പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവസാനം ഇറങ്ങിയ PSC ബുള്ളറ്റിൻ, അതായത് 2024 ഏപ്രിൽ 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിൽ PSC ബുള്ളറ്റിൻ്റെ 25,000 GK ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഇടയ്ക്ക് ഇറങ്ങുകയുണ്ടായി. അപ്പോൾ ഈ സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച 25,000 GK ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഒരു 200ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഏപ്രിൽ 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് കറണ്ട് അഫേഴ്സ് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓൾറെഡി നമ്മൾ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എത്ര വർഷത്തേക്കാണ് 106-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെൻറ്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് 15, 10, 25, 5. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. എത്ര വർഷത്തേക്കാണ് 106-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെൻറ്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്? ആൻസർ 15 ഓർത്തിരിക്കുക. ദെൻ പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആനൽ ഹൂലിയർ എന്നിവർ ഏത് വിഷയത്തിലാണ് 2023 നോബൽ പുരസ്കാരം നേടിയത്? പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ എൽ ഹുലിയർ എന്നിവർ ഏത് വിഷയത്തിലാണ് 2023 നോബൽ പുരസ്കാരം നേടിയത്? ആൻസർ ഫിസിക്സ് ആണ്, ഭൗതിക ശാസ്ത്രം. ഓർത്തിരിക്കുക. 19ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആര്? ഓപ്ഷൻസ് ഹർമൻപ്രീത് സിംഗ്, ലൗലിന ബോർഗോഹെയ്ൻ, PR ശ്രീജേഷ്, ബജ്രംഗ് പൂനിയ. ആൻസർ PR ശ്രീജേഷ് ആണ് 19ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്ന് 13,000 റൺസ് നേടിയ താരം? ഓപ്ഷൻസ് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശിഖർ ധവാൻ, മുഹമ്മദ് ഷമി. ആൻസർ വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്ന് 13,000 റൺസ് നേടിയ താരം വിരാട് കോഹ്ലി. അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം? ഓപ്ഷൻസ് ബഹായ് ക്ഷേത്രം, ശാന്തിനികേതൻ, ഗാന്ധി മെമ്മോറിയൽ, വൃന്ദാവൻ ഗാർഡൻ. ആൻസർ വരുന്നത് ശാന്തിനികേതനാണ് അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം. ശാന്തിനികേതൻ. ഓർത്തിരിക്കുക. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി? ഓപ്ഷൻസ് ഹിമാലയൻ പരുന്ത്, കഴുകൻ, മയിൽ, മലമുഴക്കി വേഴാമ്പൽ. ആൻസർ ഹിമാലയൻ പരുന്താണ് ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി. ഹിമാലയൻ പരുന്ത്. ദെൻ 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? ആൻസർ സിക്കിമിലാണ്. ഓപ്ഷൻസ് സിക്കിം, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മേഘാലയ. ആൻസർ സിക്കിമാണ്. അതായത് 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് സിക്കിമിലാണ്. ഓർത്തിരിക്കുക. 2024 ചാങ്-ഇ 6 എന്ന ചാന്ദ്ര ദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യമാണ്? ഓപ്ഷൻസ് ജപ്പാൻ, ചൈന, തായ്വാൻ, സിംഗപ്പൂർ. ആൻസർ ചൈനയാണ്. 2024 ചാങ്-ഇ 6 എന്ന ചാന്ദ്ര ദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം ചൈനയാണ്. 2023 നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചത്? ഓപ്ഷൻസ് 18-ാം സ്ഥാനം, 19, 17, 16. ആൻസർ വരുന്നത് 18-ാം സ്ഥാനമാണ്. അപ്പോൾ 2023 നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ 18-ാം സ്ഥാനമാണ്. 2024 ചാങ്-ഇ 6 എന്ന ചാന്ദ്ര ദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം ചൈനയാണ്. 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് സിക്കിമിലാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഹിമാലയൻ പരുന്താണ്. ഓർത്തിരിക്കുക. 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര? ഓപ്ഷൻസ് പച്ചക്കുതിര, മാടപ്രാവ്, ആനക്കുട്ടി, വേഴാമ്പൽ. ആൻസർ പച്ചക്കുതിരയാണ്. ഓർത്തിരിക്കുക. നല്ല ക്വസ്റ്റ്യനാണ്. 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിരയാണ്. ദെൻ 2023 അന്തരിച്ച വളർമതി എന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത്? ഓപ്ഷൻസ് സാഹിത്യകാരി, ശാസ്ത്രജ്ഞ, പരിസ്ഥിതി പ്രവർത്തക. ഇവയൊന്നുമല്ല. ആൻസർ ശാസ്ത്രജ്ഞയാണ്. അപ്പോൾ വളർമതി എന്ന വ്യക്തി ശാസ്ത്രജ്ഞയായിട്ടാണ് പ്രശസ്തി നേടിയത്. ഓർത്തിരിക്കുക.